രുചീസ് പോപ്കോൺ കിച്ചണിൽ ദിവാളി റെസിപ്പീസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി സ്വീറ്റ്സിന്റെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാന്ന്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു നുറുക്ക് ഗോതമ്പിന്റെ പായസമാണ്. ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല സ്വാദാണ്, എളുപ്പം ഉണ്ടാക്കാൻ, ഈസി ടു മേക്ക്. പിന്നെ അതിന്റെ റെസിപ്പിയാണ് ഇപ്പൊ ഞാൻ തരാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഹാപ്പി ദിവാലി ടു ഓൾ. അപ്പൊ റെസിപ്പിയിലേക്ക് പോവാം. നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാനുള്ള ചേരുവകൾ: 1 ടീക്കപ്പ് നുറുക്ക് ഗോതമ്പ് 2 കപ്പ് വെള്ളത്തിൽ കുക്കറിൽ വേവിക്കുക. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ തീ താഴ്ത്തി 5 മിനിറ്റ് കൂടെ വേവിക്കുക. 4 വലിയ അച്ച് ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ച് വെക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യിൽ വറുത്ത് വെക്കുക. 2 ചെറിയ തേങ്ങയുടെ 1-ാം പാൽ, 2-ാം പാൽ എന്നിവ എടുത്ത് വെക്കുക. നെയ്യ് 2 ടേബിൾ സ്പൂൺ, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഉണ്ടാക്കുന്ന വിധം: ആദ്യം ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ വേവിച്ച് നുറുക്ക് ഗോതമ്പ് ഇട്ട് ഇളക്കുക. അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ച് ഇത് ഗോതമ്പിൽ പിടിക്കുന്നത് വരെ ഇളക്കുക. പിന്നെ 2-ാം പാൽ ഒഴിച്ച് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി വരെ ഇളക്കണം. അത് കഴിഞ്ഞ് വേണ്ട കൺസിസ്റ്റൻസി ആവുമ്പോൾ 1-ാം പാൽ ഒഴിക്കുക. അത് 2 to 5 മിനിറ്റ്സ് തിളപ്പിച്ച് അത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആവുമ്പോൾ അതുവരെ ഇളക്കണം. നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഇളക്കിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടുക. കണ്ടോ, നല്ല ഗോതമ്പ് പായസം തയ്യാറായി കഴിഞ്ഞു. നമുക്ക് വേണ്ട പോലെ അതിൽ കൺസിസ്റ്റൻസി ആക്കാം. നല്ല ഒരു പായസമാണ് ഇത്, എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ലാസ്റ്റ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നുറുക്ക് ഗോതമ്പ് ഉണ്ടാക്കാനുള്ള ചേരുവകളും അതിൻ്റെ വിധവും. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന